ഗുഡ് മോർണിംഗ് കേരളം ഇന്ന് അതിഥികളാൽ സമ്പന്നമാണ്. മലയാളത്തിന്റെ പ്രിയ ഗായകൻ ജി വേണുഗോപാൽ അടക്കം 3 പേർ ആണ് ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥികളായി ഉള്ളത്. മോക്ഷ എന്ന ഡിവോഷണൽ ആൽബത്തെ ഇന്ന് ഗുഡ് മോർണിംഗ് കേരളം പരിചയപ്പെടുത്തുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിൽ ആൽബവുമായി ബന്ധപ്പെട്ട അതിഥികൾ വരുന്നത് വളരെ അപൂർവമാണ്. ഗുഡ് മോർണിംഗ് കേരളം ഒരു ആൽബത്തെ പരിചയപ്പെടുത്തുന്നതും അസാധാരണമാണ്, ആദ്യമായാണ്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർക്ക് നിശ്ചയിക്കാം. ആധികാരികമായി തന്നെ ഞങ്ങൾ മോക്ഷയെ പരിചയപ്പെടുത്തുന്നു. മോക്ഷയുടെ പ്രൊഡ്യൂസർ ശ്രീമതി സജിനി, സംഗീത സംവിധായകൻ ഗിരീഷ് കുമാർ എന്നിവർ കൊച്ചി സ്റ്റുഡിയോയിൽ അതിഥികളായി നമുക്കൊപ്പം ഉണ്ട്. തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നാണ് ജി വേണുഗോപാൽ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകൻ, ചേരുന്നത്. അതിഥികൾക്ക് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. മോക്ഷയുടെ വിശേഷണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്ത് പ്രതീക്ഷിക്കണം മോക്ഷയിൽ നിന്ന്? 100% റിസൾട്ട് തരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് തുടങ്ങിയത് തന്നെ. അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ജനത്തിന് പൂർണ്ണമായിട്ട് ഇത് സമർപ്പിക്കുക, പ്രപഞ്ചത്തിന് സമർപ്പിക്കുക, എൻ്റെ ഗുരുവിന് സമർപ്പിക്കുക. അത് 100% സാധിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് 13-ാം തീയതി ഞങ്ങളിത് ഗുരുവിന് സമർപ്പിക്കുന്നത്. 10 ഗാനങ്ങളും 10 ഗാനത്തിൽ 9 റിപ്പീറ്റ് വരുന്നുണ്ട്. എല്ലാം മികച്ച ഗായകർ തന്നെയാണ് പാടിയിരിക്കുന്നത്. പറഞ്ഞ പോലെ വേണുഗോപാൽ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ തന്നെയുണ്ട്. പിന്നെ വാണി ജയറാം, ഉണ്ണികൃഷ്ണൻ, ജ്യോത്സ്ന, മൈസൂരിലെ ഒരു വലിയൊരു ഗുരു, കൈവല്യ ഗുരു, അത് ഗിരീഷിൻ്റെ ഗുരുവാണ്. പിന്നെ അജയ് സത്യൻ, ബോംബെയിൽ നിന്നും ചന്ദ്രീ ഭട്ടാചാര്യ. ഇങ്ങനെ വളരെ സിൻസിയറായിട്ട് തന്നെ ഓരോ പാട്ടുകളും അതിലെ ഓരോ വാക്കുകളും ഞങ്ങൾ മെനഞ്ഞെടുത്തത് ഈശ്വരനെ അർപ്പിക്കാൻ തന്നെയാണ്. അത് 100% ഈശ്വരനെ ഇഷ്ടപ്പെടും. ഈ ജഗത്തിലുള്ള ഓരോ അണുവിനും ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പ്രപഞ്ചത്തിലെ ഓരോന്നും ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസം. കേട്ടു നോക്കുമ്പം 13-ാം തീയതി കഴിയുമ്പോൾ റിലീസ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് വേണുവേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം മോക്ഷയിലെ പാട്ടുകളെ കുറിച്ച്. ശ്രീ ജി വേണുഗോപാൽ, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. വേണുവേട്ടന്റെ ഒരു ശൈലി കുറെ പാട്ടുകൾ പാടുക എന്നതല്ല, നല്ല പാട്ടുകൾ മാത്രം തിരഞ്ഞെടുത്ത് പാടുക എന്നതാണ് എന്ന് കേരളം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മോക്ഷ എന്ന് പറയുന്ന ഒരു ഡിവോഷണൽ ആൽബത്തിലേക്ക് വേണുഗോപാൽ പങ്കുചേരുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതീക്ഷകൾ വലുതാണ്. എന്തു പറയുന്നു മോക്ഷയിലെ പാട്ടുകളെ കുറിച്ച്? ഞാൻ മോക്ഷയിലെ പാട്ടുകൾ അതിന്റെ ഒരു ആരംഭ ദിശ മുതൽ ഞാനത് കേൾക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവർ രണ്ടുപേരുമായിട്ട് എനിക്ക് വളരെ ദീർഘനാളായിട്ടുള്ള അടുപ്പമുണ്ട്. സജിനി ആണെങ്കിലും ഗിരീഷ് ആണെങ്കിലും ഉള്ളിൽ ഒരു സ്പിരിച്വാലിറ്റി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. സുബി സൂചിപ്പിച്ച പോലെ വളരെ കുറച്ച് പാട്ടുകളെ താങ്കൾ പാടിയിട്ടുള്ളൂ എങ്കിലും ആ പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നു. ആ പാട്ടുകളൊക്കെ ഇന്നും മലയാളികളുടെ മനസ്സിൽ നിന്നും മായാതെ കിടക്കുന്നു. പാട്ടുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമാ ഗാനങ്ങളുടെ കാര്യത്തിൽ താങ്കൾ വളരെ സെലക്റ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെയാണോ ഈ ആൽബത്തിലും സംഭവിച്ചത്? ദിവസവും 100 ആൽബം ഇറങ്ങുന്നുണ്ട്, പക്ഷെ ഈ ആൽബം തന്നെ സെലക്ട് ചെയ്യാൻ കാരണം എന്താണ്? ഈ ആൽബത്തിൽ ഞാൻ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ, ഒരേ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. അത് പല ഡിഫറെന്റ് സ്റ്റൈൽസ് ഉള്ള പാടുന്ന പല ഗായകരെ കൊണ്ടാണ് ഇത് പാടിപ്പിച്ചിരിക്കുന്നത്. അതിൽ എനിക്ക് ചേരുന്ന ഒരു പാട്ടാണ് ഞാൻ പാടിക്കുന്നത്. ജയ് ശിവശങ്കര ഹര ത്രിപുരാരി, ജയ് ശിവശങ്കര ഹര ത്രിപുരാരി, പാശി പശുപതി പിനാകധാരി. ഇതാണ് പാട്ട്. ശ്രീ ജി വേണുഗോപാൽ, ഗിരീഷ് കുമാർ ആണ് ആൽബത്തിന് സംഗീതം നൽകിയിട്ടുള്ളത്. നിരവധി ആൽബങ്ങൾ എല്ലാ ദിവസവും പുറത്തിറങ്ങുന്ന ഒരു വിപണിയാണ് കേരളത്തിൻ്റെത്. ആ കൂട്ടത്തിൽ നിന്നും എങ്ങനെയാണ് മോക്ഷ വ്യത്യസ്തമാകുന്നത്? വ്യത്യസ്തമായ ഒരു സംഗീതം തീർക്കാൻ ഗിരീഷ് കുമാറിന് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഗിരീഷ് ആൽബംസ് മാത്രമല്ല, 2 സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഹാപ്പി ദർബാർ, അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന രാജൻ ശങ്കരാടിയുടെ ക്ലിയോപാട്ര, ഇതിലൊക്കെ 2ലും ഞാൻ പാടിയിട്ടുണ്ട്. അപ്പൊ ഗിരീഷിനെ എനിക്ക് ദീർഘനാളായിട്ട് അറിയാം. ഗിരീഷിന് സംഗീതത്തിനെ കുറിച്ചുള്ള ധാരണകളെ എനിക്ക് മതിപ്പുണ്ട്. ഗിരീഷ് നല്ല ഒന്നാമത്തെ ഒരു സിംഗറാണ്. പലർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യം, ഗിരീഷ് പാട്ട് കമ്പോസ് ചെയ്യുന്നതിനൊപ്പം തന്നെ
ഒരുപക്ഷെ ഭംഗിയായിട്ട് പാടി തരും. നന്നായിട്ട് പാടി, നല്ലൊരു സിംഗറാണ്, നല്ലൊരു കമ്പോസറാണ്. ഗിരീഷ് അങ്ങനെ ചവറ് പോലെ ആൽബംസ് ചെയ്യാറുമില്ല, പാട്ട് ചെയ്യാറുമില്ല. തനിക്ക് ചേരുന്ന തരത്തിലുള്ള ആൾക്കാർ വരുമ്പോൾ, പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് തനിക്ക് വിശ്വാസമുള്ള ട്യൂൺസാണ് ഗിരീഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൺവിക്ഷൻ എനിക്ക് ആൽബത്തിനെ കുറിച്ചുണ്ട്. നമുക്ക് എന്തായാലും ആൽബത്തിലെ ഒരു ഗാനം കുറച്ച് ഭാഗം കണ്ടതിന് ശേഷം തിരിച്ചെത്താം. ശ്രീമതി സജിനി, ദൃശ്യങ്ങളിൽ കാണാം താങ്കൾ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നതും ആൽബത്തിന് വേണ്ടി. വളരെ മനോഹരമായ ഗാനങ്ങളാണ്, പല പാട്ടുകാരാണ് പാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വിഷ്വലൈസേഷൻ കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. പാട്ടിനൊത്ത് മികച്ചു നിൽക്കുന്നതായിരിക്കണം വിഷ്വലൈസേഷൻ. സുധീർ നായരാണ് ഡയറക്ഷൻ. എങ്ങനെയാണ് അതിന്റെ വിഷ്വലൈസേഷൻ കാര്യങ്ങൾ? ഇത് ശരിക്കും ആരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് ഇതിന്റെ ഡയറക്ടർ സുധീർ ആലോചിച്ചു. ഞാൻ പറയാം, അതിന് നല്ല ഒരു മോഡൽ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തു, നമുക്ക് നല്ലത് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു, ഫോണിൽ കൂടെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം നേരിട്ട് എന്നെ വന്ന് കാണുകയാണ് ചെയ്തത്. കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞ തടസ്സം പറയരുത്, മാഡം തന്നെ ഇത് വിഷ്വലി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ മടിച്ചാണ് ചെയ്തത്, എങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞിട്ടൊന്നും എനിക്ക് 100% തൃപ്തി ഉണ്ടായിരുന്നു. ഒറ്റപ്പാലത്ത് വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്തത്. സിനിമ എടുക്കുന്ന അതേ തന്മയത്വത്തോടുകൂടിയും അതേ ഉറപ്പോടും കൊടുത്താണ് സമയം എടുത്ത് ചെയ്ത ഒരു ആൽബം. അത് ഒരു പാട്ട് നമ്മൾ എടുക്കാൻ 3 ദിവസം എടുത്തു. ഒരു 10-60 പേര് യൂണിറ്റ് വെച്ചിട്ട് ശരിക്കും ഫിലിമിൽ ഒരു സോങ് എടുക്കുന്ന അതേ ഗൗരവത്തോട് തന്നെ എടുക്കാൻ ചെയ്തു. ഇത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് നിങ്ങളെ അഭിപ്രായം പറഞ്ഞാൽ ഞാനല്ല, ഞങ്ങൾ 2 പാട്ട് മാത്രമേ വിഷ്വലി ചെയ്യുന്നുള്ളൂ തൽക്കാലം, ഇതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി. ബാക്കി പാട്ട് നമ്മൾ ഗുരുവിന് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. സുധീറും പേര് കേട്ട ഒരു ഡയറക്ടറാണ്. ഇതിന്റെ ഫോട്ടോഗ്രാഫർ ആണെങ്കിലും ആനന്ദ്, ക്യാമറമാൻ, അദ്ദേഹം വളരെ പ്രശസ്തനായ ക്യാമറമാനാണ്. ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും പിന്നെ പാട്ടുകൾ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ പാട്ടുകൾ എഴുതിയേക്കുന്ന ലിറിക്സ് എഴുതിയേക്കുന്ന കവികൾ 2 പേരും വളരെ പ്രശസ്തരാണ്. കവി ശ്രീ രാജഗോപാൽ, അദ്ദേഹത്തിന് 2-3 അവാർഡ് കിട്ടിയ ആളാണ്. അത് സംസ്കൃത ഭാഗം അദ്ദേഹമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഹിന്ദുസ്ഥാനി ഭാഗം മുഴുവൻ കൈകാര്യം ചെയ്തിരിക്കുന്ന മധു വാസുദേവ്, അദ്ദേഹം ഐഎസ് കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, ഇന്ത്യയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. ലാസ്റ്റ് അദ്ദേഹം ചെയ്ത സിനിമ എന്ന് പറയുന്നത് മോഹൻലാലിന്റെ കർമ്മയോദ്ധ. അപ്പൊ ഇങ്ങനെ പ്രശസ്തരായ ഗായകരും ഇങ്ങനെ നൂലിൽ കെട്ടി ഇറക്കിയ പോലെ എന്റെ മുമ്പിൽ കൊണ്ടിട്ട് തരും ഇവരെ എല്ലാവരും, ഓരോരുത്തരും. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞാല്. ഇതിനെ കുറിച്ച് കൂടുതൽ പറയണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഇതിന്റെ ഗുരുവിന്റെ സമർപ്പണമാണ്. 13-ാം തീയതി സമർപ്പിക്കുന്നത് ശ്രീ എമ്മിനെ എനിക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരിക്കും. എങ്കിലും
എൻ്റെ കടമ എന്ന ഒരു രീതിയിൽ എനിക്ക് പറയണം. അദ്ദേഹം ഒരു മലയാളിയാണ്. മുംതാസ് അലി മദനപ്പള്ളിയിലാണ് സെറ്റിൽ ഡൗൺ ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിന് 3 സ്കൂളിൽ ഫൗണ്ടർ ഹെഡ് ഓഫ് ദി സത്സംഗ് ഫൗണ്ടേഷൻ. അതിന് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ഒരു 4 ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ ബാംഗ്ലൂരിൽ സർവ്വധർമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു യൂണിറ്റ് തുടങ്ങുന്നത്, എല്ലാ മതങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു യൂണിറ്റ്. അത് ഉയർന്നു വരുന്നു. മദനപ്പള്ളി എന്ന ഗ്രാമത്തിൽ ട്രൈബൽ ഏരിയാസിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 3 സ്കൂൾ വാങ്ങിയിട്ടുണ്ട്. 2 സ്കൂളിൽ പാവപ്പെട്ട കുട്ടികൾ, വേറൊരു സ്കൂള് അവിടുന്ന് കൂടുതൽ പണം ചിലവാക്കി പഠിക്കാൻ സാധിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കും. അതിൽ നിന്ന് കാശെടുത്ത് ഈ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കും. ഇതെല്ലാം കാണുമ്പോൾ എനിക്കൊരു ഉത്തേജനമായിരുന്നു. ഇതിനകത്ത് ഞാനൊരു ഭാഗമാകണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഗുരു, നമ്മളിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഗുരുവിൻ്റെ കൂടെ ഒട്ടിപ്പിടിച്ച് നടന്നുകൊണ്ട് കാര്യമില്ല. പുറകെ നമ്മൾ ഗുരു കാണിക്കുന്ന പാതയിൽ എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇത് മാത്രമല്ലായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. ഇത് എന്നെ വല്ലാതെ ആകർഷിച്ചു, അദ്ദേഹത്തിന്റെ നല്ല ഗുണങ്ങൾ. ആ ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഇത് CD ചെയ്യുന്നത്, ഇത് സമർപ്പിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന 5 രൂപ ആയിക്കോട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഇത് വന്നുകൊണ്ടിരിക്കും. അതാണ് ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സത്കർമ്മം എന്ന് പറയുന്നത്. എന്തായാലും വേണോട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. ശ്രീ ജി വേണുഗോപാൽ, ഉള്ളിലുള്ള ചിലതിന്റെ സമർപ്പണം കൂടിയാണ് ഈ ആൽബം. അതുതന്നെയാണ് മോക്ഷയെ മറ്റു ആൽബങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ആ ഒരു സ്പിരിച്വാലിറ്റി എത്രത്തോളം അനുഭവിക്കാൻ കഴിഞ്ഞു ആലാപന വേളയിൽ? ശ്രീ M എന്ന് പറയുന്ന സ്പിരിച്വൽ ഗുരുവിനെ ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന വാക്കുകളിലൂടെയാണ്. അദ്ദേഹത്തിന്റെ ജുവൽ ഇൻ ദ ലോട്ടസ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ ആദ്യമായിട്ട് വായിച്ചു. അതൊരു നിമിത്തം പോലെയാണ് എൻ്റെ കയ്യിൽ എത്തിച്ചേരുന്നത്. പിന്നെ അത് കൂടാതെ 2 പ്രാവശ്യം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു. ഒന്ന് ഡോക്ടർ സീതയുടെ വീട്ടിൽ വെച്ച്, പിന്നെ ഒരിക്കലും ലെവൈ ഹാളിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാനായിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഈ 2 പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ അപ്രന്റീസ് അണ്ടർ ഹിമാലയൻ മാസ്റ്റർ എന്ന പുസ്തകം ഞാൻ വായിച്ചു. എനിക്ക് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു റിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു സോളായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ. നമ്മുടെ ഈ ശ്രേണിയിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അപ്പൊ അവരുടെ ഇതിൽ നിന്ന് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്ന, അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയാണ്, വിവാഹിതനാണ്, 2 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ആശ്രമവും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പരിചയപ്പെട്ട അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അടുത്തറിയാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെടുന്ന ഒരു ആൽബത്തിന് വേണ്ടി ഗിരീഷിന്റെ ഒരു മനോഹരമായ ഒരു ഗാനം പാടാനുള്ള ഒരു അവസരമുണ്ട്. തീർച്ചയായും ശ്രീ വേണുഗോപാൽ, താങ്കൾ ആൽബത്തിന് വേണ്ടി ഒരു പാട്ടാണ് പാടിയിരിക്കുന്നത്. മലയാള സിനിമയിലെ പ്രഗത്ഭരായ പലരും ആൽബത്തിന് വേണ്ടി പാടിയിട്ടുണ്ട്. വാണി ജയറാം പാടിയിട്ടുണ്ട്, ജോത്സ്ന പാടിയിട്ടുണ്ട്, ഉണ്ണികൃഷ്ണൻ പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപിടി നല്ല ഗായക നിര തന്നെയുണ്ട് ആൽബത്തിൽ. അവരുടെ പാട്ടുകൾ കേട്ടിരുന്നു, അവരോടൊപ്പമായിരുന്നു റെക്കോർഡിംഗ്? അല്ല, ഇന്നത്തെ കാലത്ത് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരുമിച്ച് ഒന്നും നടക്കാറില്ല. എൻ്റെ വോയിസ് ഗിരീഷ് മാത്രം വന്ന് തിരുവനന്തപുരത്ത് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തിട്ട് പോവുകയാണ്. മറ്റുള്ളവരുടെയൊക്കെ പാട്ടുകളുടെ കോമ്പോസിഷൻ ഞാൻ അതിൻ്റെ കമ്പോസിങ് സ്റ്റേജിലാണ് കേട്ടിരിക്കുന്നത്. അവർ പാടിയതിനു ശേഷമാണ് പിന്നെ ഞാൻ കേൾക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, വളരെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഈണങ്ങളും രചനയാണത്. ശ്രീ വേണുഗോപാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറെ പാട്ടുകൾ പാടുക എന്നതിനപ്പുറം ഗാനങ്ങളുടെ കാര്യത്തിൽ വളരെ സെലക്റ്റീവാണ് ജി വേണുഗോപാൽ എന്ന ഗായകൻ. കുറെ സിനിമകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ധാരാളം ആൽബങ്ങൾക്കും വേണ്ടിയോ പാടുന്ന ഒരു രീതി താങ്കളിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ മോക്ഷ എന്ന് പറയുന്ന ഡിവോഷണൽ ആൽബത്തിലേക്ക് വേണ്ടിയുള്ള ഒരു ക്ഷണം വരുന്നത്. തുടക്കത്തിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു സ്വഭാവമുള്ള പാട്ടുകളാണ് ഇതിൽ ഉള്ളത്? എത്രത്തോളം മാനസികമായ ഒരു താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് ഈ ഒരു ആൽബത്തിലേക്ക് താങ്കൾ വരുന്നത്? എമ്മിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെടുന്ന ഒരു ആൽബം എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ഉൾവിളി ഉണ്ടായിരുന്നു. ഇത് മോശമാവില്ല എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ സജിനിയും ഗിരീഷും ഒക്കെ ഉള്ളിൽ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ദീപം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഞാനിത് പാടുന്നത് വളരെ ഇൻവോൾവ് ആയിട്ടാണ്, വളരെ കമ്മിറ്റഡ് ആയിട്ടാണ് പാടുന്നത്. സാധാരണ ഏത് ഡിവോഷണൽ പാട്ട് പാടുന്നതിനും കൂടുതൽ ഒരു ആത്മസമർപ്പണം എനിക്ക് ഈ പാട്ട് പാടുമ്പോൾ തോന്നിയിരുന്നു. അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഈ ഒരു ആൽബത്തിന്, ഈ പാട്ടിനകത്തുണ്ട്. മറ്റുള്ളവരുടെ പാട്ടുകൾക്കകത്തും ഇത് കാണുന്നതാണ് എൻ്റെ വിശ്വാസം. ശ്രീ വേണുഗോപാൽ, താങ്കൾ തന്നെ പറഞ്ഞൊരു പരാതി, പല മലയാള സിനിമകളിലെ പുതിയ ഗാനങ്ങളിലും നല്ല വരികളില്ല. നമ്മളിപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന, മനസ്സിൽ താലോലിക്കുന്ന പഴയ മലയാള ഗാനങ്ങളുടെ ഒരു പ്രത്യേകത മ്യൂസിക് കൊണ്ട് മാത്രമല്ല, അവയിൽ നല്ല സാഹിത്യമുണ്ടായിരുന്നു. മ്യൂസിക് വിത്ത് മീനിങ് ആയിരുന്നു. അത്തരമൊരു പരാതിയിൽ നിന്ന് ഉടലെടുത്ത ഒരു സംരംഭമാണ് കാവ്യ രാഗം പോലെയുള്ള താങ്കളുടെ സംരംഭങ്ങൾ.
പക്ഷേ ഈ ആൽബത്തിലേക്ക് വരികയാണെങ്കിൽ 2 പ്രശസ്തരായ കവികളാണ് ഇതിന്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത്. വരികൾ എത്രത്തോളം മ്യൂസിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഒരു യൂണി ഡയമെൻഷനിലാണ് ഇതിന്റെ ഈ പാട്ടുകളെല്ലാം തന്നെ. ഒന്ന് ശിവൻ, കൃഷ്ണൻ, അത്തരത്തിലുള്ള നമ്മളുടെ കൺസെപ്റ്റിലുള്ള ദേവീ ദേവതകളെ കുറിച്ചുള്ള രചനകളാണ്. നമ്മുടെ കണ്ടംപററി ആയിട്ടുള്ള സമകാലീനമായ വിഷയങ്ങളോ അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള പ്രണയം, വിരഹം അല്ലെങ്കിൽ പ്രകൃതി, അതൊന്നുമല്ല വരുന്നത് ഇതിനകത്ത്. അതിനകത്ത് ഒരേ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന പോലെ ഒരു വിഷയത്തിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള രചനയായിരിക്കും. നമ്മൾക്ക് പാട്ടിന് ഇണങ്ങുന്ന ഒരു ഗാനരൂപത്തിന് ഇണങ്ങുന്ന രചനയായിരിക്കും. അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ ഉതകുന്ന ഒരു ശബ്ദവും കോമ്പോസിഷനും അതിനനുസരിച്ചുള്ള ഒരു ടെക്നോളജിയും എല്ലാം ചേർന്ന് വരുമ്പോഴേ ഇത് ഭംഗിയാവുള്ളൂ. ആ ഒരു കാര്യത്തിൽ ഇത് മുകളിൽ നിൽക്കുന്നു. സാധാരണ പല ആൽബംസിനെക്കാട്ടിലും ഉയർന്ന നിലവാരം പുലർത്തുന്നു എന്നുള്ളതാണ് സന്തോഷം. ശ്രീ വേണുഗോപാൽ, ഞങ്ങൾ തിരിച്ചെത്താം താങ്കളിലേക്ക്. ഗിരീഷ്, ഹിന്ദുസ്ഥാനി രാഗങ്ങൾ വെസ്റ്റേൺ ഹാർമണിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ വ്യത്യസ്തമാണ്. ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു സംഗീത സംവിധാന ശൈലി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്? ഇത് എല്ലാ പാട്ടുകളും രാഗം ബേസ്ഡ് ആണ്. ഹിന്ദുസ്ഥാനി രാഗം ബേസ്ഡ് ആണ്. ബേസിക്കലി ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യനാണ്. ഞാൻ ധാർവാഡിൽ പണ്ഡിറ്റ് കൈലു എന്ന് പറഞ്ഞവരുണ്ട് ഡിസിപ്പിളാണ്. അപ്പം ഞാനത് ഈ കണ്ടംപററി സ്റ്റൈലിലാണ് ഫുൾ ചെയ്തേക്കുന്നത്. രാഗം ബേസ്ഡ്, എല്ലാ പാട്ടുകളും രാഗം ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ യൂത്തിനും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലാണ്. ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു കുറച്ച് വെസ്റ്റേൺ കൾച്ചറും കൂടെ അതിൽ ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓർക്കസ്ട്ര ചെയ്യാൻ ഏറ്റവും എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓർക്കസ്ട്ര ചെയ്തു തന്നിട്ട് മനു രമേശാണ്. മ്യൂസിക് ഡയറക്ടർ രമേശ് നായരുടെ മോനെ. പുള്ളി അങ്ങനെ വേറൊരു ആൽബത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. എനിക്കൊന്ന് വേറൊരു ആൽബത്തിന് ചെയ്യുന്ന ആദ്യമായിട്ടാണ് തോന്നുന്നു. അത് എത്രത്തോളം കേൾക്കുമ്പോഴേ അറിയുള്ളൂ, ഇനി എത്രത്തോളം ജനങ്ങളിലേക്ക് ഏറ്റവും തന്നെയാണ് എൻ്റെ വിശ്വാസം. നല്ല കമ്പോസർ മാത്രമല്ല, നല്ല ഗായകൻ കൂടിയാണ് ഗിരീഷ് എന്ന് അറിയാം. ഒരു പാട്ട് കൂടി പാടിയാൽ ഈ പ്രഭാതം കൂടുതൽ മനോഹരമാവും. ഇതിലെ തന്നെ ഇതിനകത്ത് ഓരോ പാട്ടുകൾ പ്രത്യേകിച്ച് ഒരു ദേവീദേവന്മാരെ പറ്റി ആണെങ്കിൽ പോലും അങ്ങനെ പ്രത്യേകിച്ച് ഒരു അമ്പലമോ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ ഇതിനകത്ത് ബ്രഹ്മത്തെ പറ്റിയുണ്ട്, ബ്രഹ്മത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യമേ പറഞ്ഞായിരുന്നു, ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ലിറിക്സിൽ പോലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാവരും ഇഷ്ടപ്പെടണം. അതുപോലെ തന്നെ നമ്മൾ രാഗങ്ങൾ തിരഞ്ഞെടുത്ത് പോലും ഒരു ഈ എപ്പോഴും ഇപ്പോഴത്തെ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ മനസ്സിന് ഏറ്റവും കൂടുതൽ ഈ ഹീലിംഗ് പവറുള്ള ഷൂട്ടിങ്, അതുപോലെ ഹീലിംഗ് പവറുള്ള രാഗങ്ങൾ ഇപ്പം ദേശയമൻ, ആഹിർ, ഭൈരവ് ഇങ്ങനെ എല്ലാ ഹിന്ദുസ്ഥാനി ബേസ്ഡ് രാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്തത്. അപ്പൊ അതിലെ ഒരു വാണിജ്യറാം പാടിയത് സർവഗുണ പൂർണ്ണ നിർഗുണ ബ്രഹ്മ, സർവഗുണ പൂർണ്ണ നിർഗുണ ബ്രഹ്മ, സർവജ്ഞാന ജ്യോതി ബ്രഹ്മ, സർവജ്ഞാന ജ്യോതി ബ്രഹ്മ, സർവഗുണ പൂർണ്ണ നിർഗുണ ബ്രഹ്മ, സർവനാദ വിദ്യാത്മക ബ്രഹ്മ, സർവനാദ വിദ്യാത്മക ബ്രഹ്മ, സർവസാക്ഷ്യം സനാതന ബ്രഹ്മ, സർവഗുണ പൂർണ്ണ നിർഗുണ ബ്രഹ്മ. തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ഒരു സൂത്തിങ് എഫക്റ്റ് തന്നെയായിരുന്നു. മുമ്പ് സുബീഷ് സൂചിപ്പിച്ച പോലെ ഹിന്ദുസ്ഥാനി രാഗങ്ങൾ വെസ്റ്റേൺ ഹാർമണിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വിപണിയിൽ ഇതുപോലെ 100 കണക്കിന് ആൽബങ്ങൾ വിപണിയിലുണ്ട്. റൊമാൻറ്റിക് സോങ് ആൽബങ്ങളായാലും ശരി, ഭക്തിഗാന ആൽബങ്ങളായാലും ശരി, മോർണിംഗ് റാഗെ പോലുള്ള ആൽബങ്ങൾ വളരെ ഹിറ്റായിരുന്നു. അത് നമ്മുടെ പഴയ കീർത്തനങ്ങൾ എടുത്തിട്ട് ഫ്യൂഷൻ രീതിയിൽ ചെയ്ത അത്തരം ആൽബങ്ങളൊക്കെ കണ്ട് നല്ലൊരു ഹോംവർക്ക് നടത്തിയതിനു ശേഷമാണോ ഈ സംരംഭം? തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് ഈ വേദസാര ശിവസ്തോത്രം മുതലുണ്ട്.
അത് നമ്മൾ രണ്ടും ട്രഡീഷണൽ ആണ്. ബാക്കി മാത്രമേ ഉള്ളൂ നമ്മൾ പുതിയ ലിറിക്സ് ചെയ്തേക്കുന്നത്. അപ്പം അതുമായിട്ട് ഒത്തിരി സാമ്യമുണ്ട്. അത് ഇപ്പം ലേറ്റസ്റ്റ് ഞാനിപ്പോൾ ഒരു കൃഷ്ണാദി എട്ടാണോ എന്നൊരു ടാൻസിങ് സിഗ്നൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും HMV ആണ് റിലീസ് ചെയ്യുന്നത്, ഇന്റർനാഷണൽ റിലീസാണ്. തീർച്ചയായിട്ടും ആ കണ്ടംപററി സ്റ്റൈലിൽ പ്യുവർ ഇംഗ്ലീഷ് ഹാർമണി ബേസ് ആണ് ചെയ്തേക്കുന്നത്. ഫുൾ ഇംഗ്ലീഷ് ഹാർമണി ബേസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജി വേണുഗോപാലിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. വേണുവേട്ട, അടുത്ത കാലത്ത് മലയാളത്തിൽ നല്ല പാട്ടുകൾ കുറയുന്നു എന്ന പരാതിയൊക്കെ വ്യാപകമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ ഇപ്പോഴും ചന്ദനമണി വാതിലും ഉണരും ഈ ഗാനവും ഒക്കെയാണ്. അതെ. അപ്പോ ഈ ഒരു പരാതികളും വിമർശനങ്ങളും ഉള്ള ഒരു സാഹചര്യത്തിലാണ് മോക്ഷ പോലുള്ള ഒരു ആൽബം വരുന്നത്. സെല്ലുലോയിഡിലെ കാറ്റേ കാറ്റേ എന്ന നല്ല പാട്ടുകൾ, അതുപോലുള്ള നല്ല പാട്ടുകൾ ഉണ്ടാകുന്നത്. മലയാളത്തിലേക്ക് പാട്ടിന്റെ പൂക്കാലം വീണ്ടും തിരിച്ചു വരികയാണോ? എനിക്ക് പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഇന്നത്തെ ഈ ഒരു യുവ സംഗീത സംവിധായകരെയും ഗായകരിലും ഗാനരചയിതാക്കളിലും ഒരുപാട് പ്രതീക്ഷ എനിക്കുണ്ട്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരെ ഒരിക്കലും ചെറുതായിട്ട് കാണരുത്. അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുകയാണെങ്കിൽ, അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം, സിനിമ എന്ന് പറയുന്നത് ഏതൊക്കെ കാലത്തിൽ അതിൻ്റെ കഥയ്ക്കും അതിൻ്റെ പൊതുവെയുള്ള അതിൻ്റെ ഘടനയ്ക്കും ഒക്കെ ഓരോരോ മാറ്റങ്ങൾ രൂപമൊക്കെ മാറിയിട്ടുണ്ട്. സംഗീതം പലപ്പോഴും സിനിമയ്ക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സിനിമയ്ക്ക് ഒതുങ്ങുന്ന സംഗീതമല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം എല്ലാ രംഗത്തും അത് ബാധകമല്ലേ. ഇപ്പം ജേർണലിസം എന്ന് പറയുന്ന പഴയ കാലത്ത് സാഹിത്യമായിരുന്നു, അതല്ലല്ലോ ഇനി ഉപയോഗിക്കുന്നത്. നമ്മുടെ സാധാരണ ഒരു റിട്ടൺ ഭാഷ അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഷയിൽ കൂടുതൽ ഒരു കൊളോക്യലിസം വന്നിരിക്കുന്നു. അപ്പം ഈ ഒരു മാറ്റം എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും പ്രകടമാണ്. അതിനിടയിൽ നിന്നുകൊണ്ട് ഈ ഒരു പരിമിതമായ ഒരു സ്പേസിൽ നിന്നുകൊണ്ടാണ് ഇത്രയും കഴിവുറ്റ കലാകാരന്മാർ പ്രവർത്തിക്കുന്നത്. ഒരുപാട് സമയം അവർക്ക് കൊടുക്കണം. പണ്ടത്തെ പോലെയല്ല, അവർക്ക് ഇനിയും ധാരാളം സമയം കൊടുക്കണം. അവർക്ക് അടിവേര് ഇറങ്ങി അവർക്ക് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് പോയിട്ട് പ്രവർത്തിക്കാനുള്ള സമയവും സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല പ്രോഡക്റ്റ്സ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സിനിമേതരമായിട്ട് ധാരാളം ഉണ്ടാവട്ടെ, ഇതുപോലെ ഉണ്ടാവട്ടെ. ഈ ഒരു ആൽബത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കേരളത്തിനകത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു ആൽബം അല്ല. ഇതിൻ്റെ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റാണ് ഇവർ വിഭാവന ചെയ്യുന്നത്. അതുകൊണ്ട് പരിപൂർണ്ണ സ്വാതന്ത്ര്യം ഇതിന് കിട്ടി. ഇവിടുത്തെ നമ്മൾക്ക് എത്രത്തോളം ചുരുങ്ങി നമ്മൾ വരുന്നു അത്രത്തോളം നമ്മളുടെ മറ്റുള്ള കാര്യങ്ങളും വളരെയധികം ചെറുതാവേണ്ടി വരും. സ്കൈ ഇസ് ദ ലിമിറ്റ് ഈ ഒരു ആൽബത്തിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഗിരീഷിന് ധാരാളം സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. ശ്രീ വേണുഗോപാൽ, ഞങ്ങൾ ഈ സെഗ്മെന്റ് തന്നെ നൽകിയ വിശേഷണം വേണുനാഥത്തിനൊപ്പം ഈ പ്രഭാതം എന്നാണ്. വേണുവേട്ടന്റെ ഒരു പാട്ട് കൂടിയായാൽ ഈ പ്രഭാതം കൂടുതൽ മനോഹരമാകും. ഉരുകുമെന്നുള്ളം ഉണരുമീഗാനം ഉരുകുമെന്നുള്ളം ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം ഉണരുമീഗാനം ഉരുകുമെന്നുള്ളം. നമ്മൾ ഏത് പാട്ട് പാടണം എന്ന് വേണേട്ടനോട് പറഞ്ഞില്ലെങ്കിലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച പാട്ട് തന്നെ വേണേട്ടൻ പാടിയല്ലേ. മോക്ഷ എന്ന ഡിവോഷണൽ ആൽബം മാർച്ച് 13 പുറത്തിറങ്ങുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ആത്മസമർപ്പണം പൂർണ്ണമായ തോതിൽ ആൽബത്തിൽ ആവിഷ്കരിക്കാൻ എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്നാണ് ശ്രീമതി സച്ചിനി കരുതുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് തന്നെ എല്ലാ നിമിത്തങ്ങളായിട്ട് വരും. ഇന്ന് ശിവരാത്രിയാണ്, മഹാശിവരാത്രിയാണ്. വേണു പാടിയ പാട്ട് ഇതൊന്നും നമ്മൾ പ്ലാൻഡ് അല്ലായിരുന്നു. ഇന്നിങ്ങനെ ഇതൊരു ലൈവ് പ്രോഗ്രാം വരുമെന്നൊക്കെ ഉള്ളത്. വേണു പാടിയ പാട്ട് തന്നെ ശിവന്റെയാണ്. ഇതൊക്കെ പോലെ നമുക്ക് പ്രകൃതി തന്നെ അനുഗ്രഹിച്ച് കൊണ്ടുവരിക. ഞാൻ അങ്ങനെ ഒരു കണക്ക് കൂട്ടി നാളെ ഒരു ടെൻഷനില്ല. ഇത് ഗുരുവിന് സമർപ്പിച്ചതാ. 100% വിശ്വാസമുണ്ട്. ഇത് ലോകം മുഴുവൻ പരക്കും. HMVയുടെ കയ്യിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് മാർക്കറ്റ് ചെയ്യാനില്ല ഗിരീഷ്. ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. ഇത് അങ്ങേയറ്റം ലോകം മുഴുവൻ ഓരോ സ്ഥലത്തും എത്തിച്ചേരുന്നു, ഓരോരുത്തരും ആസ്വദിക്കുന്നു. ഇതിന്റെ റിസൾട്ട് കിട്ടാൻ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുക. ആ ഒരു വിശ്വാസത്തില് ഗിരീഷ് പല ഗായകരെ കൊണ്ട് പാടിപ്പിച്ചു, പ്രഗത്ഭരായ ഗായകരെ കൊണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇതില് പിന്നെ വാദകരിനകത്ത് ഡെഡിക്കേഷൻ എനിക്ക് മാക്സിമം ഫീൽ വേണമെന്നുണ്ടായിരുന്നു. ഇതൊന്നും ട്യൂണിട്ടിട്ട് എഴുതിയതല്ല.
ലിറിക്സ് എഴുതിയതിനു ശേഷം കമ്പോസ് ചെയ്തതാണ്. ഓരോ പാട്ടുകളും ആ ഗായകർക്ക് സ്യൂട്ട് ആവുന്ന രീതിയിലാണോ അലൗട്ട് ചെയ്ത് കൊടുത്തത്? അതെ അതെ തീർച്ചയായിട്ടും. അത് കാരണം ഇപ്പൊ ഈ മുമ്പ് പാടിയ സർവ്വഗുണപൂർണ്ണ അത് കാരണം വാണിയമ്മയുടെ വോയിസുമായിട്ട് മാച്ചിങ് ആകും എന്ന് കരുതി തന്നെയാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ വേണിച്ചേട്ടൻ പാടിയത്, വേണിച്ചേട്ടൻ അത് പ്യുവർ ഒരു ഹിന്ദി സിംഗർ പാടുന്ന ഒരു ഫീലാണ് അത്. കാരണം വേറൊരു റെൻഡറിങ് വ്യത്യസ്തമാണ്. കാരണം നോർമൽ റെൻഡറിങ് അല്ല വേണിച്ചേട്ടൻ, അത് കേൾക്കുമ്പോൾ പറയാം വ്യത്യസ്തമായിട്ടാണ് വേണിച്ചേട്ടൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ചാന്ദ്രി ഭട്ടാചാര്യ, ഷീസ് ഫ്രം കൽക്കട്ടയാണ്, കൽക്കട്ടയിലെ സിംഗറാണ്. അവർ ഇപ്രാവശ്യം കൽക്കട്ട സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു സിംഗറാണ്. അപ്പോൾ എല്ലാം ഹിന്ദുസ്ഥാനി ബേസ്ഡ് ആയതുകൊണ്ട് ആ ഒരു കൾച്ചർ വരുന്ന ഒരു ജോത്സ്ന പാടിയത്, ജോത്സ്ന ഉണ്ണികൃഷ്ണൻ മദ്രാസിൽ, ഇതെല്ലാം പാടിയത് എല്ലാം അവരുടെ കൾച്ചറുമായി ചേർന്ന പാട്ടുകൾ തന്നെയാണ്. അങ്ങനെ കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയാണ് ചെയ്തത്. അതിലും കേവലം ഒരു ആൽബം എന്നതിനപ്പുറമുള്ള ഒരു പ്രസക്തിയും പ്രാധാന്യവും മോക്ഷയ്ക്കുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി മാർച്ച് 13 ആൽബം പുറത്തിറക്കുകയാണ്. അത് മുഴുവൻ, അതെ, ലോകം മുഴുവൻ അത് മനസ്സിലാക്കട്ടെ. വളരെയധികം നന്ദിയുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥികളായി എത്തിയതിന്. ശ്രീ വേണുഗോപാൽ, പ്രത്യേകം നന്ദിയുണ്ട് വേണുവേട്ടന്. ഉണരുമി ഗാനം ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ പാടിയതിന് പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.